പാരീസ് ഒളിമ്പിക്സിൽ തീപാറുന്ന പോരാട്ടങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഒളിമ്പിക്സിൻ്റെ എല്ലാ കാഴ്ചകളും ആസ്വദിക്കാവുന്ന ഒരു സ്ഥലമുണ്ട് ഖത്തറിൽ. ഖത്തറിലെ 321 മ്യൂസിയത്തിലൂടെ ഫൈസൽ ഹംസ നടത്തുന്ന യാത്രയാണ് ഇനി. ലോകം ഒളിമ്പിക്സ് ആവേശത്തിലാണ്. ഒളിമ്പിക്സ് ചരിത്രത്തിലൂടെയുള്ള ഒരു യാത്ര സമ്മാനിക്കുകയാണ് ഖത്തറിലെ 321 മ്യൂസിയം. ഖത്തറിലെ ഐക്കോണിക് വേദികളിലൊന്നായ ഖലീഫ സ്റ്റേഡിയത്തോട് ചേർന്നാണ് പ്രൗഢഗംഭീരമായ ഈ മ്യൂസിയം. 2022 ലോകകപ്പിന് മുന്നോടിയായി മാർച്ചിലാണ് മ്യൂസിയത്തിനകത്തെ കാഴ്ചകളിലേക്ക് ഖത്തർ ലോകത്തെ ക്ഷണിച്ചു തുടങ്ങിയത്. കളിയുടെ കഥകളുമായി കായിക ലോകത്തെ അമൂല്യ വസ്തുക്കളുടെ സൂക്ഷിപ്പു കേന്ദ്രം. 7 നിലകളിലായാണ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്. സന്ദർശകരെ ആദ്യം കൂട്ടിക്കൊണ്ടുപോകുന്നത് പുരാതന കായിക മത്സരങ്ങളുടെ ചരിത്രത്തിലേക്കും ശേഷിപ്പുകളിലേക്കും. ഇന്നത്തെ ഓരോ കായിക ഇനങ്ങളുടെയും പ്രാചീന രൂപങ്ങൾ ഇവിടെ നിന്നും മനസ്സിലാക്കാം. ഒളിമ്പിക്സ് സ്മരണകളിലൂടെയുള്ള യാത്രയാണ് ദി ഒളിമ്പിക്സ് ഏരിയ. ഗ്രീസിലെ ഏഥൻസിൽ തുടങ്ങി 2020 ടോക്കിയോ വരെ നീണ്ടുനിൽക്കുന്ന സചിത്ര വിവരണങ്ങൾ. ആദ്യകാലങ്ങളിൽ നൽകിയ ഒലീവ് കിരീടങ്ങളും വിവിധ ഒളിമ്പിക്സുകളിലെ ദീപശിഖകളും മെഡലുകളും മുഹൂർത്തങ്ങളുമായി നീണ്ടുനിരന്നു നിൽക്കുന്നു. ഓരോ ഒളിമ്പിക്സുകളിലെയും ഭാഗ്യചിഹ്നങ്ങളും ഒളിമ്പിക്സ് ഫ്ലാഗും ഇവിടെയുണ്ട്. ഇനിയുള്ള കാഴ്ച ഹാൾ ഓഫ് ഫെയിമാണ്. 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും കായിക പ്രേമികളുടെ ഹൃദയമിടിപ്പ് നിയന്ത്രിച്ച ഇതിഹാസങ്ങളുടെ കേന്ദ്രം. ഇടിക്കൂട്ടിലെ ഗർജനം, മുഹമ്മദ് അലിയുടെ കയ്യൊപ്പ് പതിഞ്ഞ ഗ്ലൗ, ജെസ്സി ഓവൻസിന്റെ ഓട്ടോഗ്രാഫും അവിസ്മരണീയ നിമിഷങ്ങളും, പെലെയുടെ പന്ത് തുടങ്ങി ഹുസൈൻ ബോൾട്ടിന്റെ സ്പൈക്ക് വരെ ഇവിടെ കാണാം. ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ മാന്ത്രിക സ്റ്റിക്ക്, മേരി കോമിന്റെ ഗ്ലൗ, സച്ചിൻ ടെണ്ടുൽക്കർ കയ്യൊപ്പിട്ട ബാറ്റ് തുടങ്ങിയവ മ്യൂസിയത്തിലെ ഇന്ത്യൻ കാഴ്ചകളാണ്. ഇതോടൊപ്പം ഖത്തറിന്റെ കായിക ചരിത്രം കൃത്യമായി അടയാളപ്പെടുത്തുന്ന പവലിയനും ഒരുക്കിയിട്ടുണ്ട്. മ്യൂസിയം സന്ദർശിച്ച പ്രമുഖരെല്ലാം അവരുടെ കയ്യൊപ്പിട്ട് നൽകിയ ഫോട്ടോകൾ ഇവിടെ കാണാം. ലയണൽ മെസ്സി മുതൽ വിരാട് കോഹ്ലി വരെയുള്ള സ്പോർട്സ് ചരിത്രത്തിലെ ഇതിഹാസങ്ങൾ അക്കൂട്ടത്തിലുണ്ട്. ഖത്തറിൽ മാത്രമല്ല, ഒളിമ്പിക്സ് നഗരമായ പാരീസിലും ചരിത്രവും വർത്തമാനവും പറയുന്ന പ്രദർശനങ്ങളുമായി സജീവമാണ് ഖത്തറിന്റെ 321 ഒളിമ്പിക് മ്യൂസിയം.